15ഓളം ഹിറ്റാച്ചികളും കൂടുതൽ JCBകളും ഇപ്പോൾ ഈ പുഴ കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇനി രക്ഷാപ്രവർത്തനം അടുത്ത ഗിയറിലേക്ക് മാറും, കൂടുതൽ വേഗത്തിലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിനി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ, വീണ്ടെടുക്കൽ എന്ന് പറയാൻ കഴിയുമോ എന്നൊരാശങ്കയുണ്ട്. എങ്കിൽ പോലും ഇതിനിടയിൽ ഒരു വാർത്ത കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ചില പ്രേക്ഷകരെങ്കിലും തുടർച്ചയായി മെസ്സേജ് അയക്കുന്നു. ഷിരൂരിലെ നമ്മുടെ അർജുൻ്റെ ബോഡി കണ്ടുകിട്ടി എന്ന തരത്തിൽ ചില മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾക്കും ചില കമൻറ്റുകൾ കിട്ടി. ഞങ്ങളത് പരിശോധിച്ചിരുന്നു, ഞങ്ങളത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അത് അർജുൻ്റെ ബോഡിയല്ല, അത് സെന്നഗൌഡയുടെ ബോഡിയാണ്. അർജുൻ്റേത് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ബോഡി, ആ വിഷ്വൽ സെന്നഗൌഡ എന്ന മറുഭാഗത്തുള്ളവരെ ഗ്രാമത്തിലുള്ള മാടങ്കരി ഗ്രാമത്തിലുള്ള സെന്നിഗൌഡ എന്ന് പറയുന്ന വനിതയുടെ ബോഡിയാണ്. അത് നേരത്തെ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നതാണ്. ദയവ് ചെയ്ത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്, വ്യാജ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്തത്. അർജുൻ്റെ ബോഡി ഇനിയും നമ്മൾ റിക്കവർ ചെയ്തിട്ടില്ല എന്ന വാർത്ത കൂടി അറിയിക്കുന്നു. അർജുൻ്റെ കുടുംബത്തിലേക്ക് ജിതിൻ എത്തി. ജിതിൻ ഇന്ന് വൈകുന്നേരം വീണ്ടും തിരിച്ച് ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. ഷിരൂരിൽ നിന്നുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. മറ്റൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് ഷിരൂരിലെ വാർത്തയിലേക്ക് നമ്മൾ ഇതിനിടയ്ക്ക് പോകാത്തത്. ഷിരൂരിൽ ഇപ്പോഴും തെരച്ചിൽ നമുക്ക് ആ അർത്ഥത്തിൽ തുടരാൻ സാധിച്ചിട്ടില്ല. തൃശ്ശൂരിൽ നിന്നുള്ള യന്ത്രത്തിനും അവിടെ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി പുഴയുടെ നിരപ്പ് കുറയണം, വെള്ളം തെളിയണം, ഇനി മറ്റെന്തെങ്കിലും രക്ഷാപ്രവർത്തനം കഴിയുമോ എന്നത് നമ്മൾ ആലോചിക്കുകയുമാണ്. തീർച്ചയായും തെറ്റായ വാർത്തകളും വ്യാജ ചിത്രങ്ങളും പ്രചരിപ്പിക്കരുത് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ,